ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. ഷിജിനാസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ചോക്ലേറ്റ് സ്വിസ് റോളിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും യൂസ് ചെയ്യാതെ, ഓവനും ഇല്ലാണ്ട് വേറെ നമ്മൾ സാധാരണ ഫ്രൈങ് പാനിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ആദ്യമായിട്ട് കേക്ക് ഫ്ലോർ ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാനിപ്പോൾ 250 ml ഒരു കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മൈദ കോരി മാറ്റിയതിന് ശേഷം ആ ഒരു ഗ്യാപ്പിലോട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് അരിച്ചെടുത്താൽ കോൺഫ്ലോർ റെഡിയായി കിട്ടും. ഇതിൽ നിന്ന് ഇത് നമ്മൾ മുഴുവനായിട്ട് യൂസ് ചെയ്യുന്നില്ല കേട്ടോ, കുറച്ച് മാത്രമേ ഇതിൽ നിന്ന് ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു റേഷ്യോയിൽ വേണം കേക്ക് ഫ്ലോർ റെഡിയാക്കാൻ. ഈ ഒരു റേഷ്യോയിൽ റെഡിയാക്കി സൂക്ഷിച്ചാൽ നമുക്ക് കേക്കിനോ സ്വിസ് റോളിനോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ റെസിപ്പിക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു ഗ്യാപ്പിലോട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത് വെക്കാം. ഒരു 3 തവണയെങ്കിലും ഇങ്ങനെ ആഡ് ചെയ്തതിന് ശേഷം അരിച്ചെടുക്കണം. അപ്പോഴാണ് മൈദയിലോട്ട് കോൺഫ്ലോർ നന്നായി മിക്സായി കിട്ടുന്നത്. നമ്മൾ വിചാരിച്ച പോലെ ഒരു പെർഫെക്ഷനിൽ കേക്കിൻ്റെ ടെക്സ്ചർ വരികയുള്ളൂ. അപ്പോൾ നമുക്ക് അരിപ്പിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. 2-3 വട്ടമെങ്കിലും അരിച്ചെടുക്കണം കേട്ടോ, അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നന്നായിട്ട് അരിച്ചെടുത്തിട്ട് വരാം. ഞാനിപ്പോൾ ഇവിടെ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ക്ലീൻ ആയിട്ടുള്ളൊരു ബൗളിൽ മുട്ട ഉടച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനെ ഇനി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. നന്നായിട്ട് ഒന്ന് 1 മിനിറ്റൊക്കെ ഒന്ന് ബീറ്റ് ആകുമ്പോൾ ഇതുപോലെ ആയിക്കിട്ടും. ഈ നിറമൊക്കെ ഒന്ന് മാറി തുടങ്ങുന്ന സമയത്ത് 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. പൊടിക്കാത്ത പഞ്ചസാരയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിച്ച പഞ്ചസാര എടുക്കാം. അപ്പോഴൊരു 3-3.5 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. നന്നായിട്ട് ഹൈ സ്പീഡിലിട്ട് തന്നെ നന്നായിട്ട് ബീറ്റ് ചെയ്യണം. പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി വരണ വരെ ബീറ്റ് ചെയ്യണം. ആ മഞ്ഞ നിറമൊക്കെ ഒന്ന് മാറി നല്ല വെള്ള നിറമായി തുടങ്ങും. ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഇതിലോട്ട് 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഒഴിച്ചിട്ട് വേണം നന്നായിട്ട് ബീറ്റ് ചെയ്യാൻ. ഞാൻ എസൻസ് ഒഴിക്കുന്ന വീഡിയോ മിസ്സായിപ്പോയി, എഡിറ്റ് ചെയ്തപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് ആയിപ്പോയി. അപ്പം നിങ്ങളത് മിസ്സാക്കാണ്ട് 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഒഴിച്ചിട്ട് ഹൈ സ്പീഡിൽ തന്നെ ബീറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്തത്. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്തിട്ട് ലോ സ്പീഡിൽ മിക്സായി കിട്ടാൻ വേണ്ടി മാത്രം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ ഹൈ സ്പീഡിലിട്ട് അധിക സമയം ബീറ്റ് ചെയ്യരുത്. വെറ്റ് ഇൻഗ്രീഡിയൻ്റ് ആയതുകൊണ്ട് മുട്ടയുടെ ആ ഒരു ഫ്ലഫ്നെസ്സൊക്കെ അങ്ങ് പോവും. അതുകൊണ്ട് ജസ്റ്റ് ആ മിക്സ് ആവാൻ വേണ്ടി മാത്രം ലോ സ്പീഡിലൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. മുട്ട നല്ല ക്രീമി ടെക്സ്ചറിൽ കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പാകം. ചോക്ലേറ്റ് സ്വിസ് റോളാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലോട്ട് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ കൂടി ആവശ്യമുണ്ട്. അത് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് 3 ടേബിൾ സ്പൂൺ കേക്ക് ഫ്ലോർ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലൈറ്റ് കൊക്കോ പൗഡറാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ 2 ടേബിൾ സ്പൂൺ എടുക്കാം. എൻ്റെ കയ്യിലുള്ളത് ഡാർക്ക് ആയതുകൊണ്ട് ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണേ എടുക്കുന്നുള്ളൂ. 2 ടേബിൾ സ്പൂണാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 2 ടേബിൾ സ്പൂൺ കേക്ക് ഫ്ലോർ എടുത്താൽ മതി. എല്ലാം കൂടി കൂട്ടിയിട്ട് 4 ടേബിൾ സ്പൂണാണ് ആവശ്യം. അപ്പോൾ കേക്ക് ഫ്ലോർ 2 ആണെങ്കിൽ കൊക്കോ പൗഡർ 2 എടുക്കുക. കേക്ക് ഫ്ലോർ 3 ആണെങ്കിൽ കൊക്കോ പൗഡർ 1 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇത് അരിപ്പയിലൂടെ വെച്ച് 2-3 വട്ടം അരിച്ചെടുത്തതിന് ശേഷം ബാറ്ററിൽ ഇട്ട് കൊടുത്താലും മതി. ഞാനിപ്പോൾ സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് ബാറ്ററിലേക്ക് ഡയറക്റ്റായിട്ട് അരിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ബാറ്ററുള്ള ബൗളിൻ്റെ മേലെ ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ട് ഫ്ലോറ് അതിലോട്ടിട്ട് എടുക്കുകയാണ് ചെയ്യണത്. ഞാൻ മുഴുവനായിട്ട് ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാറ്റർ മെല്ലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. കുത്തി ഇളക്കി മുട്ടയുടെ ഫ്ലഫ്നെസ് ഒന്നും കളയാണ്ട് വേണം ഫോൾഡ് ചെയ്തെടുക്കാൻ. പതുക്കെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി. നമ്മൾ ഇതിനകത്തോട്ട് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ അങ്ങനെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ആ മുട്ടയുടെ ഒരു ഫ്ലഫ്നെസ്സിലാണ് കേക്ക് നല്ലോണം പൊങ്ങി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് മെല്ലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. പ്രത്യേകം ശ്രദ്ധിക്കുക, ഓവർ മിക്സിങ് ചെയ്യരുത്. ഓവർ മിക്സിങ് ആയിക്കഴിഞ്ഞാൽ കേക്ക് ഹാർഡായി പോവും, ഒരു പെർഫെക്ഷൻ കിട്ടില്ല. അതുകൊണ്ട് പതിയെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം.
ആ ബാറ്റർ ഇവിടെ നല്ല രീതിയിൽ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു പാനിലോട്ട് ഒഴിക്കാം. അത്യാവശ്യം നല്ല വട്ടമുള്ളൊരു ഫ്രൈങ് പാനിലാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അതിലോട്ടൊരു ഡ്രോപ്പ് ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഓവർ ഹീറ്റ് ആവാൻ പാടില്ല. സിം മോഡിൽ വെച്ച് തന്നെ ബേക്ക് ചെയ്യണം. എത്രത്തോളം തീ കുറച്ച് വയ്ക്കാൻ പറ്റുമോ അത്രത്തോളം കുറച്ച് വയ്ക്കുക. ചെറിയൊരു ചൂടായി തുടങ്ങുമ്പോൾ പാനിലോട്ട് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. പതുക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ബാറ്റർ ഒഴിച്ച് കഴിഞ്ഞിട്ട് സ്പാച്ചില വെച്ചൊന്നും ലെവൽ ചെയ്യാൻ നിൽക്കണ്ട. പാൻ കയ്യിലെടുത്ത് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മാത്രം മതി. ചിലപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യം വരാറില്ല. നന്നായിട്ട് അത് തനിയെ തന്നെ സ്പ്രെഡായി കിട്ടിക്കോളും. വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് ചുറ്റിച്ച് കൊടുക്കാം. ഇനി ഇതൊരു ലിഡ് വെച്ച് കവർ ചെയ്തതിന് ശേഷം 5 മുതൽ ഒരു 7 മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 7 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതൊന്ന് തുറന്ന് നോക്കാം. കേക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് മാറ്റി കൊടുക്കാം. കേക്ക് അത്യാവശ്യം നന്നായിട്ടൊന്ന് തണുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ മേളിൽ കുറച്ച് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കണം. എൻ്റെ കയ്യിൽ കുറച്ച് വിപ്പിംഗ് ക്രീം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ വെക്കുന്നതേ ഉള്ളൂ. ജാമോ ഫ്രൂട്ട് ക്രഷോ അല്ലെങ്കിൽ മെൽറ്റഡ് ചോക്ലേറ്റോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഇതിന് ഉപയോഗിക്കാം. നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത് അത് ഉപയോഗിച്ചാൽ മതി. അത് വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് മെല്ലെ ഒന്ന് റോൾ ചെയ്തെടുക്കണം. കേക്ക് മുറിഞ്ഞു പോവാതെ വളരെ ശ്രദ്ധിച്ചിട്ട് നന്നായിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കാം. ഇത് റോൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതൊരു ബട്ടർ പേപ്പറിൽ പൊതിഞ്ഞിട്ട് നന്നായിട്ട് കവർ ചെയ്തിട്ട് ടൈറ്റായിട്ട് വേണം റോൾ ചെയ്തെടുക്കാൻ. അത് ഫ്രിഡ്ജിനകത്ത് ഒരു 2 മണിക്കൂർ വെച്ചിട്ട് പുറത്തെടുത്ത് സ്ലൈസ് ചെയ്തെടുക്കാം. ഞാനിത് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഞാനിതൊന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതാണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും കറക്റ്റ് സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഒപ്പം തന്നെ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.